ഹായ് ഓൾ, മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണുക, പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് എന്തായാലും പരീക്ഷാ ഹാളിലുണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണ് അല്ലേ? കുളച്ചൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി നടത്തിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് നമ്മുടെ കുളച്ചൽ യുദ്ധത്തിലായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ ക്യാപ്റ്റൻ ഡിലനോയിയെ അദ്ദേഹത്തിനെ തടവിലാക്കുകയും പിന്നീട് തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായി ക്യാപ്റ്റൻ ഡിലനോയി മാറുകയും ചെയ്യുന്നു. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അതും വളരെ ശരിയായിട്ടുള്ളതാണ്. ഇനി 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. വർഷങ്ങൾ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ ശരിയായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളനം. ഇനി ഇതിൻ്റെ വർഷങ്ങൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം 1920 ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. വൈക്കം സത്യാഗ്രഹം 1928, ഇത് തെറ്റാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം 1924 അല്ലേ? 24. ഓക്കെ. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത് 1916 അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. BCD ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യ സമാജം, രാജാറാം മോഹൻ റോയി. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ആര്യ സമാജം രാജാറാം മോഹൻ റോയി എന്നുള്ളത് തെറ്റായിട്ടുള്ള ജോഡിയാണല്ലേ. ആര്യ സമാജം ആരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണല്ലേ. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. ഇനി സ്വരാജ് പാർട്ടി ആരാണ്? മോത്തിലാൽ നെഹ്റു. ശരിയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1783 പാരീസ് ഉടമ്പടിയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് 1783 പാരീസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, G20 അധ്യക്ഷ പദവി ഇന്ത്യ എടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉൾപ്പെടുന്ന രാജ്യത്ത് നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏത് വൻകര രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏഷ്യ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഏഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ 10 ആണ് കേട്ടോ. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഓപ്ഷൻ ഡി ആലപ്പുഴ. അടുത്തത്, കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുത്തുന്ന കായിക ഇനം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുത്തുന്ന കായിക ഇനം ഏതാണ്? അത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഹോക്കി, PR ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ,
1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് ഉദ്യോഗ സംവരണം. അപ്പം നിവർത്തന പ്രക്ഷോഭം എന്നാണ്? 1932 അടുത്തത്, ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് താഴെ പറയുന്ന ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. അത് ശരിയാണല്ലേ? വടക്ക് തെക്ക് ദിശയിലാണ് ഈസ്റ്റിങ്സ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്നു. തെറ്റാണ്. ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. ശരിയാണ്. മൂല്യം രേഖപ്പെടുത്താറില്ല. തെറ്റാണ്. മൂല്യം രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3. ഈസ്റ്റിങ്സ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഓപ്ഷൻ ഡി, ചിനൂക്ക്. അടുത്തത്, ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി, മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. അപ്പം മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യൻ സമയം 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം ഓപ്ഷൻ ബി ആണ്, 6:30 AM. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, മാൻഡമസ് ആണ്. മാൻഡമസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. ഡോക്ടർ M.S. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചോളമാണ് നാണ്യവിള അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്, എപ്പോൾ സമ്പാദിക്കണം എന്നതാണ്. എപ്പോൾ സമ്പാദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് കൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ആണ്, 2100 കലോറി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ 2100 കലോറി. ഇനി ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അത് 2400 കലോറിയും വരും. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന. നാഷണൽ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ
അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ഈ ശരിയായ പ്രസ്താവന. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകണം. ശരിയാണ്. നിയമബോധം പ്രചരിപ്പിക്കുക. ശരിയാണ്. അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം, ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്ക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഇതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ മൂന്നാമത്തേത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഏതാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ആ ഓർഡർ ഓർത്തിത്തണം. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക എന്നുള്ളത് തെറ്റാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടിയെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതെന്നുള്ളതും തെറ്റാണ്. പ്രായം നമ്മൾ പറയുന്നുണ്ട്. വോട്ട് ചെയ്യുന്ന ഓരോ പൗരൻ്റെയും കടമയാണ്. തെറ്റാണ്. അപ്പോൾ ഇവിടെ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഓൾ ഓഫ് ദ എബോ എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. തെറ്റാണ്. BR അംബേദ്കർ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരി. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ശരി. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. അടുത്ത ക്വസ്റ്റ്യൻ. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായതേതാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നെടുത്തതാണ്. അതുപോലെ തന്നെ ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം അതും കാനഡയുടെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്. നിർദ്ദേശ തത്വങ്ങൾ എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലികാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, അത് ശരിയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ശരിയാണ്. സ്വത്ത് സമ്പാദത്തിനുള്ള അവകാശം തെറ്റാണ്. മൗലികാവകാശമായിരുന്നു, പക്ഷേ നമ്മൾ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്ത് നീക്കം ചെയ്തു. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. തെറ്റാണ്. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേരളീയവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത് സംഘടിപ്പിച്ചത്. തെറ്റാണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ശരിയാണ്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ.
ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസ് ആണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ശരിയാണ്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. അതും ശരിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. തെറ്റാണ്. നമ്മുടെ ഉത്തരം സി, only 1 and 2 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? കണ്ണിനെ ആരോഗ്യത്തിന് ഏതാണ്? വൈറ്റമിൻ എ ആണല്ലേ. അപ്പോൾ വൈറ്റമിൻ എയുടെ അഭാവമാണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോഫിയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോഫിയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി, മലമ്പനിയാണ് കേട്ടോ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോഫിയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് ഏത്? മലമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ സി, പാൻക്രിയാസ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തസ്രാവി ഗ്രന്ഥിയിലാണ്? പാൻക്രിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം കൊണ്ടുവന്നത് ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതയാണ് ഋതു കരിതാൾ. അടുത്ത ക്വസ്റ്റ്യൻ, പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ഓപ്ഷൻ എ ആണ്. അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ്. പർവ്വതാരോഹകർക്ക് പർവ്വതങ്ങൾ കയറുമ്പോൾ മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ കാരണം എന്താണ്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് അതേതാണ്? ഓപ്ഷൻ ബി ആണ്, ക്ലോറോഫോം. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് അത് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, ഉത്പതനമാണ്. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, LPGക്ക് ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ആണ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടേൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്രയാണ്? ബ്യൂട്ടേൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9 ആണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. GK ആണ് കൂടുതൽ പഠിച്ചത്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമ്മൾ ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ
ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. കേട്ട് നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം പലതവണ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കതൊരു ഓർമ്മ കിട്ടും അല്ലേ. ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മതി. നമുക്ക് ഓപ്ഷനിൽ നിന്നും ഉത്തരം ചൂസ് ചെയ്യാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.